നിങ്ങളിപ്പോ പൊയ്ക്കോളൂ. ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഞങ്ങളെ വിവരം അറിയിക്കാം. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. മഹിച്ച എന്താ ആലോചിക്കുന്നേ? അമരാവതിയുടെ മരുമകളായി ആര് വേണമെങ്കിലും വന്നോട്ടെ, നമ്മൾ അവളെ സന്തോഷത്തോടെ വരവേൽക്കും. പക്ഷേ അതൊരിക്കലും നമ്മളെ അപമാനിച്ചവളാവരുത്. ആര്? ആ ജ്യോതിയോ? അതെ, അങ്ങനെ സംഭവിച്ചാൽ അന്ന് തീരും അമരാവതിയിലെ സന്തോഷവും സമാധാനവും. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇവിടെ വന്ന് സാറിന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? അവൾ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ട്. അവിനാശിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു. ഈ കൂട്ടിട്ട DK മാത്രമേ നിനക്കറിയൂ. ഇതിനകത്ത് മറ്റൊരു DK ഉണ്ട്. ഏത് ശത്രുവിനെയും ഒരു ദയയുമില്ലാതെ വേട്ടയാടി പിടിക്കാൻ മടിയില്ലാത്തൊരു DK. പ്രിയയുടെ കാര്യത്തിൽ DK എന്തിനാ ഇടപെടുന്നു? അയാൾക്കെന്താ ആ കുടുംബാടുത്ത ബന്ധം? ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്. DK ഭയന്ന എനിക്ക് പ്രിയയെ നഷ്ടപ്പെടും. പറഞ്ഞ സമയം കഴിഞ്ഞു. എനിക്ക് സാറിന്റെ തീരുമാനം അറിയണം. എന്ത് തീരുമാനം? എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ നിങ്ങൾക്കെന്ത് അധികാരം? DK, ഒരാൾ ജീവിക്കേണ്ടത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം? ഇക്കാര്യത്തിൽ ദയവേ നിങ്ങൾ ഇടപെടരുത്. ഒരു പരസ്പര ബഹുമാനത്തിന് അതല്ലേ നല്ലത്. അപ്പോ ഞാൻ ഈ പറഞ്ഞൊന്നും നിന്റെ തലയിൽ കേറിയിട്ടില്ല എന്നർത്ഥം. പക്ഷേ ഇതിന്റെ ഫലം നീ അനുഭവിക്കും. ഈ യൂണിഫോമിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ട. എന്നുവെച്ചാ നിങ്ങൾ എന്നെ അങ്ങ് സസ്പെൻഡ് ചെയ്യുമെന്ന് അല്ലേ? ഭയപ്പെടുത്തില്ല DK. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ അവിനാശ്? പ്രിയ ഞാൻ പറയുന്നതേ കേൾക്കൂ. അവളാണ് എന്റെ ധൈര്യം. കൊള്ളാം. ബുദ്ധി ഉറയ്ക്കാത്തൊരു പെൺകുട്ടിയെ പറഞ്ഞു മയക്കി അവളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണെന്ന് നീ കരുതുന്നുണ്ടോ? അവള് നിന്നെ അന്ധമായി വിശ്വസിച്ചു. എന്നാൽ നീയോ? നീ ശ്രമിക്കുന്നത് അവളെ ചതിക്കാനാ. സന്തോഷമായിട്ട് ജീവിക്കുന്ന ആ കുടുംബം നീ കാരണം നാളെ ഒരു ദുരന്തം അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ പഠിപ്പിക്കേണ്ട പാഠം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളാരാ? നാട്ടുരാജാവോ അതോ പഞ്ചായത്ത് പ്രസിഡന്റോ? അല്ല, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ എന്തിനാ തലയിലെടുത്ത് വെക്കുന്നത്? മര്യാദയ്ക്ക് സ്വന്തം ബിസിനസ് നോക്കി ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. Shut up! Shut up! നിന്റെ സ്റ്റേഷനിൽ വന്ന് നിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കതിനുള്ള ചങ്കുറപ്പുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ. ഒരാളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ DK തീരുമാനിച്ചാൽ പിന്നത് തടയാൻ ആർക്കും കഴിയില്ല. അപ്പോ എല്ലാവരെയും കണ്ട് വിശദമായിട്ട് അറിഞ്ഞിട്ട് മാഡം ഇവിടുന്ന് പോകുന്നുള്ളൂ? അതെ, അത്രേ ഉള്ളൂ.
മാഡത്തിന്റെ സംശയം ഞാൻ ഇപ്പൊ തന്നെ തീർത്തു തരാം. ഒരു കാര്യം ചെയ്യാം, സാക്ഷാൽ DK തന്നെ വിളിക്കാം. നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ വന്നത് DK അറിഞ്ഞാ പിന്നെ അതിന് ഇവരോട് സോറി പറയേണ്ടി വരും. നീ ഇപ്പൊ എന്ത് ചെയ്യും? ആ ബെല്ലടിക്കുന്നുണ്ട്, ഇപ്പൊ ചോദിക്കാം. ഒന്ന് എടുക്ക് DK. എന്താ ചോദിക്കുന്നില്ലേ? ഒയ്യോ, പേടിച്ചു പോയോ? കള്ളം പറയാനുള്ള നിന്റെ മിടുക്കെനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം ഞാൻ തിരിച്ചു പോവാ. DKയ്ക്കും നിനക്കും ഇടയിലുള്ള രഹസ്യം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നിന്റെ ഈ അഹങ്കാരത്തിനുള്ള മറുപടി അപ്പൊ ഞാൻ തന്നോളാം. അയ്യോ അല്ല, പോവാണോ? അയ്യോ നിക്ക്, DKയോട് സംസാരിച്ചിട്ട് പോയാ മതി. അവൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു. ഇവള് വന്നതെങ്ങാനും DK അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പൊക്ക മോളെ. അല്ല, DKയോട് ഇത് പറയണോ? വേണ്ട, പറഞ്ഞ പിന്നെ അത് അതിനേക്കാൾ വലിയ പുലിവാലാവും. ഇപ്പൊ പ്രിയയുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം. അതൊന്ന് കഴിഞ്ഞോട്ടെ, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഹലോ, ആരാ? ഹലോ, DK അല്ലേ സംസാരിക്കുന്നത്? അതെ, നിങ്ങളാരാ? ഇത് കേരള ടൈംസിന്നാ, ഓൺലൈൻ മീഡിയ. എന്താ കാര്യം? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻസ്പെക്ടറായി ഉടക്കിന്ന് കേട്ടല്ലോ. എന്താ പ്രശ്നം? ആര് പറഞ്ഞു? മീഡിയ അല്ലേ സാറേ, അതൊക്കെ മണത്തറിയും. പറയൂ സാർ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അവനെ ഒരു വിരുന്നിന് വിളിക്കാൻ പോയതാ. ലോ, വെച്ചിട്ട് പോടോ. ഹിറ്റ്ലർ, അതെ അതെ അതെ, ഒന്ന് നിന്നേ. അതെ, നിങ്ങളെ ഏൽപ്പിച്ച കാര്യം എന്തായി? വല്ലതും നടക്കുവോ? അതറിയാനാണോ ഇങ്ങനെ വഴി തടഞ്ഞ് എന്റെ കാറിൽ കടന്നു കയറി ഷോ ഓഫ് കാണിക്കുന്നു? അയ്യോ, ഞാൻ ഷോ ഓഫ് കാണിക്കാൻ വന്നതല്ല, എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ വന്നതാ. ഈ ഒരു ചെറിയ കാര്യം പരിഹരിക്കാൻ നിങ്ങൾ എന്തിനാ ഇത്രയും സമയം എടുക്കുന്നത്? ഇപ്പൊ തന്നെ അറിയണോ? അറിയണം. എങ്കിൽ ആ സീറ്റ് ബെൽറ്റ് ഇട്. എടി, സീറ്റ് ബെൽറ്റ് ഇടാൻ. സീറ്റ് ബെൽറ്റോ? അതെന്തിനാ? പറഞ്ഞത് അനുസരിക്കേ. ആ, ഇനി പറ എന്താ? എന്റെ അമ്മ, നിങ്ങളെന്താ എന്നെ തട്ടിക്കൊണ്ടു പോവാണോ? ആണെങ്കിൽ എന്നല്ലേ നേരെ അമരാവതിയിലേക്ക് തന്നെ വിടും. എന്തിന്? അവിടെ ആകുമ്പോ എനിക്ക് ചോദിക്കാനുള്ളത് അവരും കൂടി ഒന്ന് കേൾക്കുമല്ലോ. നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്ത് വിളിച്ചു പറയാന്ന് വിചാരിക്കരുത്. ഹലോ, നിങ്ങൾ എന്തൊരു മണ്ടന. എന്റെ മാത്രല്ല, ഈ ലോകത്ത് ആരുടെയും നാക്കിന് എല്ലില്ല. സംശയമാണെങ്കിൽ നോക്കിക്കോ. ഓരോ കണ്ടുപിടുത്തവും കൊണ്ട് വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് അവിടെ മിണ്ടായിരിക്കും. അതെ, എനിക്കിവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ പ്രശ്നം. അയാളെ നിങ്ങൾ കണ്ടായിരുന്നോ? ആ പോലീസുകാരന്. ആ ദുഷ്ടൻ എന്തു പറഞ്ഞു? ഇനി അയാളെന്റെ അനിയത്തെ ശല്യപ്പെടുത്താൻ പിന്നാലെ വരുവോ? നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ എന്താണ് എല്ലാം മിണ്ടാതെ കേട്ടിരുന്നതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഒരു കേസിനാവശ്യം തെളിവാ. നീ ഇപ്പൊ സ്വയം സംസാരിക്കുന്ന തെളിവായി മാറിക്കഴിഞ്ഞു.
കമ്മീഷണറുടെ മൊബൈലിൽ നീ പറഞ്ഞതെല്ലാം റെക്കോർഡായിട്ടുണ്ട് അല്ലേ സർ? അതെ ഡി കെ, ഇതാണ് നിനക്ക് ഡി കെ തരാമെന്ന് പറഞ്ഞ സർപ്രൈസ്. ദാ പിടിക്ക്, യു ആർ സസ്പെൻഡഡ്. പോലീസ് എന്ന് പറഞ്ഞാൽ താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നെപ്പോലെ മൊറയിലില്ലാത്ത പോലീസുകാരാ ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്നത്. ഡി കെ നേരിട്ട് ഒന്ന് പരാതി പറഞ്ഞിട്ടും താൻ എന്താ ആക്ഷൻ എടുക്കായിരുന്നത്? ഈ യൂണിഫോമിനകത്ത് കയറിയാ പിന്നെ എന്തും ചെയ്യാമെന്നാണ്? കല്യാണം കഴിച്ച് ഭാര്യയുള്ള നീ മറ്റൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ നടക്കുന്നു. ഈ കാക്കിയുടെ ബലത്തിൽ ഇനി നീ ആ തെറ്റ് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല. കമ്മീഷണർ തന്നെയാ നിനക്കെതിരെയുള്ള തെളിവ്. നിന്റെ സഹോദരി ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിനു ശേഷം മാത്രമല്ലേ നിനക്ക് ഡി കെ അറിയൂ? പക്ഷെ നിനക്കറിയാത്ത വേറൊരു ഡി കെ ഉണ്ട്. കുട്ടിക്കാലത്തും കോളേജിലും അത് കഴിഞ്ഞ് പുറത്തുമെല്ലാം ഒരുമിച്ച് എന്തിനു നിന്നവരാ ഞങ്ങൾ രണ്ടുപേരും. ഡി കെ എന്നോട് എന്താവശ്യപ്പെട്ടാലും അത് ഞാൻ ചെയ്യും. ആദ്യം പോയി യൂണിഫോം മാറ്റിയിട്ട് വാ, ബാക്കി പിന്നീട് സംസാരിക്കാം. ഡു വാട്ട് ഐ സെഡ്. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. എനിക്ക് തന്ന സർപ്രൈസ് അതിഗംഭീരം. ബുദ്ധി മാത്രമല്ല, പോലീസിനകത്തെ പല ഉന്നതന്മാരുമായി ബന്ധമുണ്ടെന്നും എനിക്കറിയാം. ഞാൻ ആരാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ നീ എപ്പോഴെങ്കിലും എന്നെ കൊണ്ട് ചെയ്യിച്ചാൽ നിന്റെ സർവീസ് മാത്രമല്ല, ജീവിതവും അവസാനിച്ചു എന്നാണ് അർത്ഥം. സൂര്യ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ ഭാര്യയായിപ്പോയി എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. ഞാനിത് അവളോട് പറഞ്ഞാലുള്ള ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും എന്നറിയാമോ? ആ നിമിഷം അവള് നിന്നെ ഉപേക്ഷിച്ചു പോകും. എന്താ പറയണോ? നോടിക്കേ, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നതാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പ്രിയയെ മറന്നാലും അവക്കെന്നെ മറക്കാൻ പറ്റില്ല ഡിക്കെ. നിങ്ങൾക്ക് ചിലപ്പോ എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് പ്രിയയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഡിക്കെ. ഇത് നീ ചോദിച്ചു വാങ്ങിയതാ. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെയും സഹോദരിയുടെ മുന്നിൽ വെച്ച് പട്ടിയെ തല്ലുന്ന പോലെ നിന്നെ ഞാൻ തല്ലിച്ചതയ്ക്കും. കാണണോ നിനക്ക്? മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ പോയി നീ പ്രിയയെ കാണണം. പ്രിയയെ മറന്നെന്ന് നീ അവളോട് പറയണം. മേലിൽ നിന്നെ കൊണ്ടവർക്ക് ഒരു ശല്യം ഉണ്ടാവില്ലെന്ന് ഉറപ്പു കൊടുക്കണം. പ്രിയയോട് നിന്നെ മറക്കാൻ നീ തന്നെ പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, അവളെ കൊണ്ടത് ചെയ്യിക്കാൻ വേണം. ഇനി ഒരിക്കലും ആ കുടുംബത്തിന് മേൽ നിന്റെ നിഴൽ പോലും പതിയരുത്. നിങ്ങളെ ഞാനെന്ന് വല്ലാതെ തെറ്റിദ്ധരിച്ചു. മനസ്സിൽ കാട്ടുപോത്തുന്ന വരെ വിളിച്ചു. എന്നിട്ടും ദേഷ്യം തീരാതെ മരങ്ങോടനും വിളിച്ചു. ഭാവിയിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ സഹായിക്കൂന്ന് ഞാൻ അന്ന് കരുതിയില്ല. നിങ്ങൾ ചെയ്ത ഹെൽപ്പ് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. അതുകൊണ്ട്
ഇന്ന് വരെ നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനും ചേർത്ത് ഒരു വലിയ സോറി. ഇപ്പഴാ എനിക്ക് സമാധാനായത്. മതി മതി. ഇപ്പൊ നിന്റെ അനിയത്തിയുടെ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? അതെ, തീർന്നു. ഞാനിത് നിനക്കൊരു ഹെൽപ്പായിട്ട് ചെയ്തതല്ല, പിന്നെ അതൊരു ഡീലാ. ഞാനും നീയും തമ്മിലുള്ള ഡീല്. അതില് നീ പറഞ്ഞ കാര്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. ഇനി ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം. അത് സിമ്പിൾ അല്ലേ? പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? പറയ. എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു 2 ആഴ്ച, ഇല്ലെങ്കിൽ വേണ്ട 1 മാസം ഞാൻ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്ന് ഫ്രീ ആയിട്ട് എല്ലാ ജോലിയും ചെയ്തു തരാം. പോരെ? അതിനെ എനിക്കിവിടെ പണി അറിയാവുന്ന ഷെഫുമാരുണ്ട്. അവരെ സഹായിക്കാൻ നല്ല ജോലിക്കാരികളുമുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറയൂ. അതൊക്കെ സമയമാവുമ്പോ ഞാൻ പറയാം. തൽക്കാലം നീ ഇവിടെ നിന്ന് പോയി തന്നാ മതി. ഓ, ഇങ്ങനെ സസ്പെൻസ് ഇടല്ലേ എന്റെ ഹിറ്റ്ലറെ. കാര്യം എന്താന്ന് വെച്ചൊന്ന് പറഞ്ഞൂടെ? ഒരു കാര്യം 2 പ്രാവശ്യം പറയുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം സ്ഥലം വിട്, എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. അതെ, മുമ്പ് എല്ലാത്തിനും കൂടെ പറഞ്ഞ സോറിയില് ഒരെണ്ണം ഞാൻ തിരിച്ചെടുക്കുവാണേ. നിങ്ങളെ കാട്ടുപോത്തെന്ന് വിളിച്ചില്ലേ, ആ സോറിയുടെ കാര്യം. അത് ഞാൻ ഇങ്ങ് തിരിച്ചെടുക്കുക. ചളുത്താനി കാട്ടുപോത്ത് തന്നെയാ. എടീ, ഈ ക്ഷണക്കത്ത് തന്ന് വിളിച്ചോണ്ട് പോയി അപമാനിക്കാനാണോ? അങ്ങനെ അന്തസ് കെട്ട് പെരുമാറുന്നവരല്ല ഞങ്ങള്. അയ്യോ, പിന്നെ അപമാനം കിട്ടുന്നതും ബഹുമാനം കിട്ടുന്നതും ഒക്കെ നിങ്ങളുടെ പെരുമാറ്റം പോലിരിക്കും. അല്ല, ആരെയാ കക്ഷി കല്യാണം കഴിക്കാൻ പോന്നെ? എന്തായാലും ഇവളെ പോലെ ഒരുത്തി ആയിരിക്കില്ല. അതെ, ഈ പാർട്ടിക്ക് വരണോ വേണ്ടോന്നൊക്കെ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. അയ്യോ, അങ്ങനെ പറയരുത്. നിങ്ങളെ ഫംഗ്ഷന് കണ്ടില്ലെങ്കിൽ DK വിചാരിക്കും ഞങ്ങള് വന്ന് വിളിച്ചില്ലാന്ന്. വിളിച്ചതൊക്കെ ശരി, പക്ഷേ പഴയ ദേഷ്യം നിങ്ങൾ മറന്നെന്ന് ഞങ്ങൾക്കെന്താ ഉറപ്പ്? ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ കൊണ്ട് വന്നവളല്ലേ ഇവള്. ഇനി അവിടുത്തെ ഫംഗ്ഷന് വന്നിട്ട് മറ്റെന്തെങ്കിലും മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും പോലീസിനെ കൊണ്ട് വരില്ലെന്ന് ആര് കണ്ടു? അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചേക്കാ. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. പക്ഷേ അന്ന് നിങ്ങളെ രക്ഷിക്കാൻ സാക്ഷാൽ DK തന്നെ വന്നില്ലേ? DK ഇപ്പൊ നിങ്ങളുടെ രക്ഷകനല്ലേ? ആ രക്ഷകൻ പ്രത്യേകം പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങളിപ്പൊ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോ ഫംഗ്ഷന് കുടുംബത്തോടെ വരണം. പിന്നെ വരുമ്പോ നല്ല അന്തസ്സായിട്ട് ഒരുങ്ങി വേണം വരാൻ. ഒരുപാട് അതിഥികൾ വരുന്നതാ. വാ മയേച്ചി, നമുക്കിറങ്ങാം. അതെ, എന്തായാലും വന്ന് വിളിച്ചതല്ലേ, നമുക്ക് പോവാം. DKയുടെ ഭാര്യയെ സെലക്ട് ചെയ്യുന്ന ഫംഗ്ഷന് നമ്മൾ എന്തിനാ മമ്മി വിളിച്ചത്? ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവര് ഫംഗ്ഷന് വിളിച്ചു, നമ്മൾ പോകുന്നു. അതെ, നമുക്ക് കുറച്ച് നല്ല ഡ്രസ്സുകൾ വാങ്ങണം. അച്ഛനെ വിളിച്ച് ഞാൻ വേഗം വരാൻ പറയാം. ഈ മൂഡ് ഓഫ് ഒക്കെ മാറ്റി വേഗം ഹിറ്റ്ലറിന്റെ വീട്ടിലെ ഫംഗ്ഷന് പോവാൻ റെഡിയാവണം കേട്ടോ. ഞാൻ വരണോ ചേച്ചി? പിന്നെ വരാതെ. പൊങ്കച്ചക്കാരന്റെ കൊട്ടാരത്തിലെ ഉത്സവല്ലേ, അത് കാണാതെ നീ ഇല്ലാതെ ചേച്ചി മാത്രം എങ്ങനെയാ പോകുന്നേ? ആ ഹിറ്റ്ലർ എക്സ്പ്രസിന് മുമ്പില് തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതേ ഏത് ഭാഗ്യം കെട്ടവളാന്ന് നമുക്കൂടെ ഒന്ന് അറിയണ്ടേ? ബാ, റെഡിയാവ്, വേഗം പോയി റെഡിയാവ്. ബാ ബാ, എണീക്ക് എണീക്ക്, എണീറ്റേ ബാ, വേഗം പോയി മുഖം കഴുകി ഫ്രഷ് ആയിട്ട് വാ. പോ 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 പോ.
ഈശ്വര, എന്റെ അനിയത്തിയുടെ മനസ്സിൽ നിന്ന് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചു കളയണേ. സൂര്യ, എന്താ ഏട്ടാ? അല്ല ഇന്ന് തന്നെ നമുക്ക് ട്രിപ്പ് പോണോ? അതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം? അല്ല, വേണമെങ്കിൽ 1-2 ദിവസത്തേക്ക് നമുക്ക് ഈ യാത്ര വേണം മാറ്റിവെക്കാം. ഇവിടുത്തെ ഫംഗ്ഷൻ നമുക്ക് പങ്കെടുത്തിട്ട് പോകാമല്ലോ. നിന്റെ ആഗ്രഹം അതാന്ന് DKയോട് പറഞ്ഞാൽ മതി, പുള്ളി സമ്മതിക്കും. ഫംഗ്ഷന് കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് വേണ്ട അവിനാശ്, നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. നമ്മൾ രണ്ടുപേരും മാത്രമുള്ളൊരിടത്തേക്ക്. അതാ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഏട്ടനെന്താ ഇപ്പൊ ഒരു മനമാറ്റം? ഈ ഹണിമൂൺ ട്രിപ്പ് ഏട്ടന് ആഗ്രഹമില്ലേ? അല്ല, അതല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിച്ച സമയത്ത് തന്നെ ചെയ്യണം. ഒരിക്കലും അത് മാറ്റിവെച്ചാ പിന്നെ നടന്നെന്ന് വരില്ല. ഏട്ടാ അതിങ്ങെടുത്തേ. ഇതെന്താ ബാഗെല്ലാം എടുത്തോണ്ട്? ഹണിമൂൺ ട്രിപ്പിന് പോവാൻ. ഹണിമൂൺ ട്രിപ്പോ? നിങ്ങൾ എന്ത് പണിയായിട്ടാ കാണിക്കുന്നേ? ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുമ്പോഴാണോ നിങ്ങൾ ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നത്? ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോയാ പോരെ നിങ്ങക്ക്? ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു യാത്ര? അതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തോ ഒന്നുണ്ടല്ലോ. ഒന്നുമില്ല ചേച്ചി, ലീവ് കിട്ടിയത് ഇപ്പഴാ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാ. ഒരു മിനിറ്റേ, ഞാനൊന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരാം. എന്താ ഏട്ടാ ഇതൊക്കെ? നിങ്ങൾ പോയ DKക്ക് വിഷമാവില്ലേ? അതെ അതെ, വളരെ വിഷമാവും. പക്ഷെ പോയല്ലേ പറ്റൂ. സൂര്യ വിഷമിപ്പിക്കാൻ വയ്യ. അവള് ട്രിപ്പിന് പോകാനുള്ള സന്തോഷത്തില. എന്നാൽ ഇത് കഷ്ടമായി പോയി. എനിക്ക് നിങ്ങളോട് 3 പേരോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഏട്ടാ? DKയും ജ്യോതിയും തമ്മിലുള്ള ഫോട്ടോ അന്ന് ചിത്രയ്ക്ക് അയച്ചു തന്നത് ഞാനാ. നിങ്ങളുടെയൊക്കെ മുന്നിൽ DK അഭിനയിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. DKക്ക് ജ്യോതിയോട് പ്രണയമാണ്. അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന നാടകത്തിലെ ഒരു രംഗം മാത്രമാണ് ഇപ്പോ നടക്കാൻ പോകുന്ന ഈ ഫംഗ്ഷൻ. അവിനാശിന് DKയോട് എന്തോ വിരോധമുള്ളത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്തു വിരോധം? ഞാനൊരു പോലീസുകാരൻ. സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാവുന്നത് സാധാരണമല്ലേ? എന്ത് സംശയം? ഇത്രയും നാൾ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന DK എന്തുകൊണ്ട് ഈ 15 ദിവസത്തിനുള്ളിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു? സുപ്രിയാന്റിയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹമായ എന്തോ ഒരു രഹസ്യമുണ്ട്. അതറിയാവുന്നത് ഒരാൾക്ക് മാത്രം. അത് DK ആണ്. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ സുപ്രിയാന്റിയുടെ മരണം പോലും സ്വാഭാവികമായ ഒന്നായിരിക്കില്ല. എന്തൊക്കെയാ പറയുന്ന? ഇത് കേട്ടാ തോന്നും സുപ്രിയാന്റിയെ കൊന്ന DK ആണ്. എന്നൊന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. സംശയങ്ങളാണ്. ഒരു പോലീസുകാരന്റെ സ്വാഭാവികമായ ചില സംശയങ്ങൾ. അപ്പൊ DK കെട്ടാൻ പോകുന്ന പെണ്ണ് ഇത് തന്നെ. എന്തായാലും ഇന്നത്തോടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഇനി വേണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ. അങ്ങനെ അധികം സന്തോഷിക്കണ്ട. വരാൻ പോകുന്നവള് ഏത് തരക്കാരിയാണെന്ന് ആർക്കറിയാം? മൈച്ചി വന്നു. ആ പെണ്ണ് വന്നു. പെണ്ണോ? ആ, DK അവളെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അവളെ തന്നെ DK കെട്ടാൻ പോകുന്നത് എനിക്ക് ഉറപ്പാ. ആരുടെ കാര്യം നീ പറയുന്നേ? പൗർണമി. പൗർണമി അവളുടെ പേര്. പൗർണമിയോ? അതേ മഹേച്ചി. ഇന്നത്തെ ഫംഗ്ഷനിലെ ഗ്ലാമർ ഗേൾ അവളാണെന്നാ DK പറഞ്ഞത്. എന്താ അതിനർത്ഥം? DK കെട്ടാൻ പോകുന്നത് അവളെയാണെന്നല്ലേ?
അപ്പൊ നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റി. DK എല്ലാം വളരെ രഹസ്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കി. അപ്പൊ അങ്ങനെ നമ്മുടെ അമ്മായിയമ്മ എത്തി. എന്തായാലും ആ ജ്യോതി അല്ലല്ലോ, അത് തന്നെ ഭാഗ്യം. പൗർണമി, ഇതമ്മ. അമ്മേ, ഇത് പൗർണമി, അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷനിലെ ചീഫ് ഗസ്റ്റ്. മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി. നന്നായി വരും മോളെ. ഈ അമരാവതി വീട് കാത്തിരിക്കുന്നത് മോക്ക് വേണ്ടിയാ. മിടുക്കി, ആദ്യം തന്നെ അവൾ അമ്മയെ വീഴ്ത്തി. അമ്മേ, ഞങ്ങൾ ഇപ്പോ വരാം. പൗർണമി വരൂ. എന്തായാലും ചേച്ചിയെ വിളിച്ചൊന്ന് കാണിച്ചു കൊടുക്കും. ഈ ചേച്ചി ഇതെവിടെ പോയി? ചേച്ചി, ചേച്ചി ഒന്ന് വന്നേ. എന്താടി? വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? ഒന്ന് വന്നേ, വാ. പ്രിയ, എന്താ? നോക്ക്. ഓഹോ, അപ്പൊ ഇതാണ് നേർച്ചക്കോഴി, DKയുടെ റോബോട്ട് ഭാര്യ. കഷ്ടം. കഴുത്തറുത്ത് കൊല്ലുന്നതിന് മുൻപേ കോഴിയുടെ വായില് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ആ, അതുപോലൊരു ചടങ്ങാ നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാ. വാ 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 വാ. സുപ്രിയ, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാൻ പോവുകയാണ്. ഈ പൂവ് നീ തന്നെ കൊടുക്കുന്നതായിരിക്കും സുപ്രിയയ്ക്ക് കൂടുതൽ ഇഷ്ടം. സരി 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 മപ മപ മരി സരി 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 മപ